Ready. ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കും. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. കുറെ ദിവസത്തിന് ശേഷമാണല്ലോ നമ്മൾ യൂട്യൂബിലോട്ട് വീഡിയോ ഇടുന്നത് അല്ലേ? അതെ, അപ്പോൾ ഞാൻ വിചാരിച്ച് കുറെ ദിവസമായല്ലോ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഓബിയസ്ലി ബിഹൈൻഡ് ദ സീൻസ് ആയിരിക്കും. അതായത് ഞാൻ നാഗർകോവിൽ ടു ട്രിവാൻഡ്രം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഈ പ്രൊഡക്ഷൻ ഫുഡും കൂടി എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. മാക്സിമം ആൾക്കാർക്ക് ചിലപ്പോൾ എവിടെയെങ്കിലും വീഡിയോസിൽ കണ്ടു കാണും. പക്ഷെ എന്നാലും കാണാത്ത ആൾക്കാർക്ക് ഈ പ്രൊഡക്ഷനിൽ നമ്മൾ 3 സമയം എന്തൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത്, അപ്പം ആ ഫുഡിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും, വീട്ടിൽ വെക്കുന്നത് പോലും ഉണ്ട്. എന്തോ ഉള്ളതും ജെന്യൂൻ റിവ്യൂ ആണ്. സത്യം പറയുവാണെങ്കിൽ എൻ്റെ പ്രൊഡക്ഷൻ ഫുഡ് കിടിലമാണ്. ബാക്കിയുള്ള പ്രൊഡക്ഷൻസിൽ ഞാൻ വർക്ക് ചെയ്ത പ്രൊഡക്ഷൻസിനെക്കാട്ടിലും ഈ പ്രൊഡക്ഷനിലെ ഫുഡ് അടിപൊളിയാണ്. പക്ഷെ എന്നാലും ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് എന്തൊക്കെയാ ഫുഡ് നമുക്ക് നോക്കാം. അതിന്റെ വ്ളോഗാണ്. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങളും ചേർന്ന് സഞ്ചരിക്കാം. നമ്മൾ ടുവേർഡ്സ് ട്രിവാൻഡ്രം പോവാണ്. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് എൻ്റെ കോളേജ്, സെൻറ്റ് സേവിയേഴ്സ് കാത്തോലിക് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. ലെഫ്റ്റ് സൈഡിൽ ഈ മഴേൻ്റെ താള് കാണാമല്ലോ, അതാണ്. ഈ റൈറ്റ് സൈഡ് ചുമന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ, അതാണ് ഇപ്പോൾ പുതിയതായിട്ട് നാഗർകോവിലിൽ വന്ന കിംസ് ഹോസ്പിറ്റലാണ്. ദ റൈറ്റ് സൈഡ് കാണാന്ന് വിചാരിക്കുന്നു. കിടിലം ക്ലൈമറ്റ് അല്ലേ? രാവിലെ വണ്ടി എടുക്കുമ്പോൾ ഭയങ്കര വെയിലായിരുന്നു, ഇപ്പോൾ ഭയങ്കര മഴയായിരിക്കുന്നു അല്ലേ? ചെറുതായിട്ട് വരാൻ തുടങ്ങി. രാവിലെ ഡ്രൈവ് ചെയ്യേണ്ട സുഖം ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഈ പ്രകൃതിയുടെ സൗണ്ടും ഈ ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ ഈ പാട്ടൊന്നും ഇടാണ്ട് പീസ്ഫുള്ളായിട്ട് കാർ ഓടിക്കുമ്പോൾ കിടിലം സുഖം. ഇത് എത്ര പേർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്? Finally reached location. Okay. Yes, done. കല്യാൺ, ഹായ് പറയൂ. ഓക്കെ സർ, സെറ്റ്. ഹായ് വ്ളോഗ്. ഹായ് ഹായ് മരുമോനെ. ഹായ് ഹായ്. ഇവിടെ ഒരാളുണ്ട്, പക്ഷെ നിങ്ങൾ വിചാരിക്കും ആ ആൾ എവിടെയാണ്. എല്ലാരും ഒരേ ചോദിച്ചോണ്ടിരിക്കുന്നത് കല്യാണി എവിടെ, കല്യാണി ഇപ്പൊ ഡൽഹിയിൽ നിന്ന് വന്നതേ ഉള്ളൂ. അതുകൊണ്ട് മദർ ഇൻ ലാവ് ജസ്റ്റ് പുറത്ത് കൊണ്ടുപോകാൻ വിചാരിച്ചാണ് ഇപ്പൊ സീൻസ് എല്ലാം. സ്നേഹമുള്ള മരുമകൻ. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. റെഡിയാ? അടാ റെഡിയാ? ആ വണ്ടി വരാ സാർ, വണ്ടി വരണം, വന്ന് നിൽക്കണം. സൂപ്പർ. ആ തൊപ്പി. ഓക്കെ ഓക്കെ സാർ, കുറച്ചുകൂടി ബാക്ക്. ഓക്കെ, ഇവിടെ ഉണ്ടായിരുന്നത് ഭൂരി. ഭൂരി എവിടെ? ഭൂരി കഴിഞ്ഞാ? ഭൂരി എവിടെ? ഇന്ന് ഞാൻ ആക്ച്വലി ഇന്ന് പ്രൊഡക്ഷൻ ഫുഡ് റിവ്യൂ ചെയ്യാൻ പോവാണ്. പ്രൊഡക്ഷൻ ഫുഡ് റിവ്യൂ. അപ്പൊ നമുക്കിവിടെ ദൂഷിയില്ല, ദോശ, കിഴങ്ങ്, ഭൂരി, ഇത്രയും ഇത് ഫുൾ ഉണ്ടായിരുന്നല്ലേ ചിമ്മണ്ടി? പക്ഷെ ഞാൻ ഇപ്പോ സമയം കണ്ട, അയ്യോ ഇത് അവരുടെ ക്യാമറ ടൈം
10 ആവാൻ പോകണം. അതുകൊണ്ടാണ് എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് ഞാനാണ് ലാസ്റ്റ് കഴിക്കുന്നത് പൂരി. പക്ഷേ ഞാനപ്പോൾ ഒരു പൂരി കിഴങ്ങ് കറി. പേടിക്കണ്ട, ബ്ലൈഡിനെക്കാട്ടും കട്ടി കുറവാണെന്ന്. ராஜுண்ணே நீ சாப்பிட்டுட்டு சொல்லலாம் எப்படி இருக்குன்னு. இன்னைக்கு ஃபுட் ரிவ்யூ, ப்ரொடக்ஷன் ஃபுட் ரிவ்யூ இன்னைக்கு. ஆவா நல்லா இருக்கு. നമ്മുടെ പ്രൊഡക്ഷനിൽ ഫുഡ് അടിപൊളിയാണ്. ഫസ്റ്റ് പൂരിയും കിഴങ്ങും. ഇത് ആക്ച്വലി രാവിലെ ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് ഇത് റെഡിയാകും. 7:30-8 മണിയാകുമ്പോൾ ഇവിടെ കൊണ്ടുവരും. നൈസ് പൂരി. ഇത് ഞാൻ ഇപ്പോൾ സ്ഥിരം കഴിക്കുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ആണോ കടയിലുള്ള പൂരിയുടെ ആ ടേസ്റ്റ് ഉണ്ടല്ലോ ആണോ ഇതിൻ്റെ കൂടെ 2 whole eggs രാവിലെ. പൂരി അടിപൊളിയാണ് സുഹൃത്താളെ, സീരിയസ്ലി. ഓ സൂപ്പർണ്ണേ, ഉண்மையில் நல்லா இருக்கு, செமையா இருக்கு. ഇന്ന് ഇച്ചിരി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇന്നൊന്ന് രാവിലെ ഇടുന്നതല്ലേ. 2 whole eggs 3 ദോശ, അതാണ് രാവിലെ കഴിക്കാനുള്ളത്. പക്ഷേ ഇന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പൂരി, ദോശ, ചമ്മന്തി. ഈ ടേബിൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്ന ഓർത്തർ വിചാരിക്കേണ്ട. 5 വർഷത്തിന് മുൻപ് വാങ്ങിച്ചതാണ്, അത് പൊട്ടിയില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇത് മാറ്റിയില്ല. അല്ലടാ മാറ്റുള്ളൂ. അതെ, അതായത് ഇങ്ങനെ ഫുൾ ഇത് വെയിലും മഴയിലും എല്ലാ കാലാവസ്ഥയിലും ഉള്ള ഒരു പരിപാടിയാണ് ഇതാ. അതുകൊണ്ട് ആരും ഇത് തെറ്റിദ്ധരിക്കാണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആൾക്കാർ വിചാരിക്കും എന്തുകൊണ്ട് ഇങ്ങനെ തെരഞ്ഞ സ്ഥലത്തിലാണ് ആൾക്കാർ കഴിക്കുന്നത്, ഇതവിടെ മോശമായ സ്ഥലത്തിലുള്ള ആൾക്കാർ കഴിക്കാറുണ്ട്. അതിന് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊക്കെ സ്വർഗമാണ്. എഗ്ഗ്, ഇതാണ് രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇതിനിടയ്ക്കുള്ള വിശേഷങ്ങൾ കണ്ടിട്ട് അടുത്ത ഉച്ചയിലോട്ട് നമുക്ക് പോകാം. ഓക്കെ, ദോശ, ചമ്മന്തി, രസം ഫുഡ്സിൻ്റെ ഫുഡ്സ് സൂപ്പറാണ്. ഇതൊക്കെ ചെയ്യുന്നത് നമ്മളുടെ കാറ്റസായ രസം ഫുഡ്സാണ്. അവർക്കൊരു ബിഗ് ഷൗട്ട് ഔട്ട്. കോഫി, ഒരു കോഫിയാണ്. കോഫി എടാ ഇപ്പൊ നിന്റെ ഇതൊന്നും കാണൂലടാ. എടാ കടിക്കൂടാ, അതെന്താ നിന്റെ അടുത്ത് ചിമ്മണ്ടി ഒരു കട്ടൻ താടാ. ചിമ്മണ്ടി അത് ലെഗ് പീസാന്ന് വിചാരിച്ച് കടിക്കും. ചിമ്മണ്ടി കട്ടൻ. ഹായ് ഐശു. എടാ വെയിറ്റു, ആ കടിച്ച് 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 കടിച്ച്. എടാ എടാ മാറ്റി കടിച്ച സീനാണ് മോനെ. മണി നടിയേ. ஐஷு கமெண்ட்ஸ் எல்லாரும் உனக்கு கேட்டுட்டு தான், கல்யாணி எവിടെ கல்யாணி. ഇത് ഭയങ്കര ആക്റ്റീവാണ്. ഞാൻ ഐഷുവിനെ കുറേ ദിവസം കഴിഞ്ഞാണ് കണ്ടിരിക്കുന്നത്. ഐഷു മിസ് യു ടു. ഇപ്പം ഐ ലവ് യു എന്ന് പറയും, പിന്നെ പ്രേഷർ ഇത് മാത്രം എടുത്തിട്ട് കിരണും കല്യാണം. പിന്നെ 11 മണിക്ക് നമ്മൾ കൃത്യസമയത്തിൽ കട്ടൻ തരും. കട്ടനും ബിസ്ക്കറ്റും അല്ലേ. ഞാൻ ഇന്ന് ഫുഡ് റിവ്യൂ എടുത്തോണ്ടിരിക്കുന്നു. പ്രൊഡക്ഷൻ ഫുഡ്. ഇന്ന് രാവിലെ ദോശ, നീ എന്താ കഴിച്ചേ? ഞാൻ 2 പൂരി. ശരി, ദോശ എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാമേന്ന് വിചാരിച്ച് ഒരു ദോശ. ഇപ്പോൾ 11 o'clock കട്ടൻ. ഐഷു വിത്തോട്ടാണ് കുടിക്കും, ഞാൻ വിത്താണ് കുടിക്കും. എടാ കട്ടൻ കുടിച്ചാ? കുടിച്ചു, വെള്ളം കുടിച്ചു.
കളുത്തി ടച്ച് ഭയങ്കര ചൂടല്ലേ? വേറെ 2 വെയിറ്റൂസ് ഉണ്ട്, പക്ഷെ അകത്താണ്. நான் வரேன். ஏய் இப்ப நீ சாரிக்கு மேட்சா இருக்கடா. ബാക്കി പോയിരുന്നു. സ്വീറ്റ് ബൺ ബട്ടർ ജാം പോലെ നാനും മുന്തൻ മേനേതാ. ഇത് ഞാൻ യൂട്യൂബിന് വേണ്ടി എടുത്തോണ്ടിരിക്കുന്നു. യൂട്യൂബ് ഉണ്ടോ? 21 മിനിറ്റിനുള്ളിൽ 4 ലക്ഷം 5 ലക്ഷം ലൈക്കണം. തലപതി തലപതി എനിക്ക് കഷന്റെ ഒന്നും ഇല്ല. അല്ല എനിക്ക് ഇച്ചിരി നിറച്ചുണ്ട്, പക്ഷെ കഷന്റെ ഒന്നും ഇല്ല. ഇന്ന് ഞാൻ നിന്നെ പൊക്കി പറഞ്ഞതേ ഉള്ളൂ. ഇടി അത് ഉച്ചിടി മെയിൻ പരിപാടി ചെയ്തു എന്നെ മാനസികമായിട്ട് ഷോട്ടിൽ നിൽക്കുമ്പോൾ എടാ ഇത് എന്തുവാടാ, ഇത് അവിടെ പോയി ഇവിടെ പോയി മറ്റേത്. ഞാൻ ഇന്നെ വന്ന് എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ നീ കാണാൻ കൊള്ളാം, ഡ്രസ് ഓ ഇത് ആക്ച്വലി ഇതാകുമ്പോൾ നല്ല ക്ലാരിറ്റി കിട്ടും, അതിനു വേണ്ടിയാണ് ഇങ്ങനെ എടുക്കണേ. കൊള്ളാനല്ലേ പറഞ്ഞു. അല്ലെ നീ മുടി പോയിട്ടുണ്ടോ? അല്ലല്ലേ വിഗ് റൈറ്റ് ഒന്ന് നിൽക്കാൻ പറഞ്ഞാൽ ലെഫ്റ്റ് ഇപ്പൊ നിൽക്കും. കരയാൻ പറഞ്ഞാൽ ചിരിക്കും. അങ്ങനെ തന്നെ നമ്മൾ കയറി വരും. നീ വന്ന 6 മാസമായി. കൂട്ടറായി ടാക്സ് കൂട്ടുന്നുണ്ടാ? കുറച്ചു നേരം കഴിയുമ്പോൾ ബാലാചേട്ടൻ തന്നെ വഴക്ക് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വരും. കുറച്ചു നേരം ചേട്ടൻ തന്നെ വഴക്ക് പറഞ്ഞിട്ട് വരുമ്പോഴോട് നമ്മുടെ അടുത്ത് വരും. വഴക്ക് പറയാനുള്ള ഒരു സാധനം ഞാൻ എടുത്തില്ല. ഗൈസ് ഇന്ന് വെള്ളിയാഴ്ച, അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് പള്ളിയിൽ പോവുകയാണ്. അൽഹംദുലില്ലാ. ഇവർ ചുമ്മാ ഇവിടെ വന്നതാണ്. അപ്പോൾ വന്നപ്പോൾ ജസ്റ്റ് ലൊക്കേഷനിലേക്ക് നിങ്ങൾ ഇവർ അറിയത്തില്ലെങ്കിൽ ഇവർ എൻ്റെ നാട്ടുകാരാണ്, എൻ്റെ കൂട്ടുകാരാണ്. ദിസ് ഈസ് സബീഖ് ആൻഡ് ദിസ് ഈസ് ഉത്മാൻ ഫയാസ്. സാജിത്ത് എൻ്റെ സ്കൂൾ മേറ്റാണ്. நேரத்துக்கு நான் காலையிலேருந்து வ்ளாக் பண்ணிட்டு இருக்கேன், அதனால நீ லாக் ஆகிட்டேன். അങ്ങനെ നമ്മളുടെ ഫ്രൈഡേ നിസ്കാരം കഴിഞ്ഞു. ഇനി അടുത്ത് പോയിട്ട് ഉച്ചക്കുള്ള ഫുഡ് റിവ്യൂ ചെയ്യണം. അതാണ് നമ്മുടെ മെയിൻ പരിപാടി. ഇന്നത്തെ മെയിൻ ടാസ്ക് ഫുഡ് റിവ്യൂ ആണ്. ഇന്ന് എന്തൊക്കെ ഉണ്ട് നമുക്ക്. ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ ചോറുണ്ട്. ആണ് ഇത് എന്തുവാണ്? ചിക്കൻ കറി, അവിയൽ, അച്ചാർ. ഇല്ലേ, ഇത് അവിയൽ, അച്ചാർ, തോരൻ, ചിക്കൻ കറി, വീണ്ടും ചിക്കൻ കറി, പപ്പടം, രസം, സാമ്പാർ. ബിബിൻ അണ്ണൻ, സബീഖ് അണ്ണൻ, ഫയാസ് അണ്ണൻ, ചിമ്മോണ്ടി അണ്ണൻ. അണ്ണേ കാലയിലെ 7 മണി. ആ അടുത്ത വാരം 3 നാൾ ജിമ്മ്. എൻ്റെ ഭാര്യ ഞാൻ സ്വീകരിക്കാണ്ട് വേറെ ആര് സ്വീകരിക്കും? അണ്ണാ ഉണക്ക് மட்டும் ക്ലോസ് വെച്ചിരിക്കണേ. അല്ല എനിക്ക് ഇച്ചിരി ചോറ്, ചപ്പാത്തി 2. അപ്പം നിങ്ങൾക്ക് ഞാനിത് കാണിച്ചു തരാം. അണ്ണാ ഉമാർക്ക് മറ്റ ചോറാണ്. അണ്ണാ മറ്റ ചോറുണ്ടാ? ഇനി ഒന്നില്ലേ? കഴിഞ്ഞാ എടുക്കണില്ലേ? ഓ പ്രശ്നമുണ്ടാ? ചോറ്, ചപ്പാത്തി, അച്ചാറ്, അവിയൽ. അവളെ எப்படி இருக்கு சாப்பாடு? அண்ணா சொல்லு நல்லா இருக்கா? രസം ഫുഡ്സിന് ഒരു ഷൗട്ട് ഔട്ട്. ചിക്കനും ചോറും രസമും ഇച്ചിരി പപ്പടവും എല്ലാം കൂടി മിക്സ് ചെയ്ത് നൈസ് ടേസ്റ്റ്. ഫുഡ് അടിപൊളിയായത് കൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ചോറ് വാങ്ങിച്ചിട്ടുണ്ട്. ചിക്കൻ ഗ്രേവി വിത്ത് രസം അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. ഇന്നൊരു കാര്യം കൂടി മറന്നു, മുട്ട.
പക്ക Done. Bun bun, sweet bun, butter chapole, nanam mun. Hi. നിന്റെ സൈസ് നീ നിന്റെ സൈസ് അല്ല ഐശ്വര്യ നിന്റെ സൈസ് അമ്മ എവിടെ ചൂടിന് വെച്ച ഭയങ്കര നിന്റെ സൈസ് അല്ല നീ യൂട്യൂബില് ഇതില് 3 lakhs. ഫൈനൽ ഓക്കെ കാറുക്കുള്ള കൊതുകടാ അത് കാർ ഇപ്പൊ തുറന്ന് ചൂട് വലിയ പോറാൻ ചൊല്ലി വിട്ടെ ചേച്ചി ക്യാമറ വെച്ചിട്ടുണ്ട് ചീത്ത വിളിക്കല എന്നെയെ ഞാൻ കൊതുക് നിറയെ ഇരിക്കുന്നു ചൊല്ലിയത് கொசு நிறைய இருக்குன்னு சொன்னேன் கொசு நிறைய இருக்குன்னு சொன்னேன் കൊസു சொன்னேன் கரெக்ட் தானே கரெக்ட் நீங்க தமிழ் ரொம்ப நல்லா அழகா பேசுறீங்களே நான் தமிழ் சீரியல் பண்ணியாச்சுல ஏய் அங்க பர்றா யாரு என்னடா இப்பதான் போட்டோ எடுத்தாங்க அதுக்குள்ள கட் அவுட் வச்சிட்டானுங்க இப்பதான் எடுத்தாங்களா இந்த உங்க போட்டோயா லைப்ரரியில பட்ச் கொண்டு நிலை ஹாபி சொல்ல பி ഓ ചേട്ടാ പറയാം ലൈനിൽ നിന്നോ ഇവർ ഏന വാച്ചിലെ തെരീരേ വാവ് ഷവർമയോ ஆனா இப்ப எடுத்த போட்டோ இப்ப தானே கட் அவுட் வச்சா എനിക്ക് ഷവർമ വെജി പുളിക്കുളമ്പ് மத்த நாடோடிகள் படத்தை சொல்லுங்களா என்னடா இப்பதானடா போட்டோ எடுத்தி ஏய் நீ கேமரா வச்சிருக்க பிரச்சனை இல்ல ஃபோன் வச்சிருக்கிறது தெரியும்ல தெரியாது ഓക്കെ അപ്പൊ ഷോർട്ട് പോയിട്ട് വരാം ഇത് കോഫി ഇതെടുക്കട്ടെ 5 മണിക്ക് കോഫി ചായ അതെ സ്നാക്സ് അതിനകത്ത് പഴംപൊഴി പാലക്കാപ്പം കേരളാണ് പറഞ്ഞ കേരളം പറഞ്ഞ പഴംപൊരി ചില സുഹൃത്തുക്കളെ ഇന്നത്തെ ഫുഡ് റിവ്യൂ എത്രത്തോളം നന്നായിട്ട് പോയിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ പക്ഷെ എന്നാൽ നന്നായിട്ട് പോയി കാണും ലൈറ്റില്ല ഇങ്ങനെ ഹായ് ഗൈസ് ഹായ് എന്തൊക്കെ വിശേഷം ചേച്ചി അപ്പൊ എന്തായാലും ഇന്ന് ഞാൻ ചെയ്ത ഫുഡ് റിവ്യൂ എങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞൂടാ ഇല്ല ഞാൻ അങ്ങോട്ട് കട വാങ്ങി പോട്ടിരിക്കും ഞാൻ ആ ചേച്ചിന്റെ അടുത്തിരുന്ന് ചിവിങ്കം വാങ്ങി എല്ലാ ചേച്ചി താങ്ക് യു ഫോർ ദ ചിവിങ്കം ചുവിങ്കത്തിന് താങ്ക് യു യു ബോത്ത് ലുക്സ് ക്യൂട്ട് ഐഷുടെ സാരി കളർ അടിപൊളി നിന്റെ ഷോള് കൊള്ളാം ഞാൻ എടുത്തിട്ട് എവിടെ പോവാന് ഫ്ലാഷ് ഓൺ ആയിരിക്കുന്ന ഇവള് ബോക്സറാണ് ബോക്സല്ലേ ഇത് ആ അപ്പർ കട്ട് ലോവർ കട്ട് ഗൈസ് ഇവള് ശരിക്കും ബോക്സറാണ് ഇവളുടെ ഏറെ ആരാണറിയാമോ കല്യാൺ കണ്ണവാണ് ഓ അവനാണ് ഇതിൻ്റെ ഇത് ഞാൻ ഇന്നലെ തുടങ്ങി നിന്നെ കണ്ടിട്ട് ഇൻസ്പയർ ആയി നീ യൂട്യൂബ് ചാനൽ തുടങ്ങിയല്ലേ നീ ഞാൻ കുറെ മുമ്പുള്ളതാണ് എനിക്ക് തുടങ്ങണം ഫസ്റ്റ് നിന്നെ കണ്ടിട്ട് ഞാൻ ഇൻസ്പയർ ആയി എങ്ങനെയെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങിയേ പറ്റത്തുള്ളൂ നിന്റെ അതെന്ത് പറയാം നിന്റെ വെല്ലുവിളി ഞാനാണ് വെല്ലുവിളിയാ വെല്ലുവിളിയല്ലേ വെല്ലുവിളി എന്നൊന്നും പറയരുത് എന്ത് വലിയാ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അകത്ത് പോയിട്ട് എന്നെ കണ്ട് കുറേ ദിവസമായുള്ളൂ കൊതി തീർന്നോ കൊതി തീർന്നടാ കുട്ടാ കൊതി തീർന്നടാ എന്താടാ കുട്ടാ ആണോടാ കുറേ ദിവസത്തിന് ശേഷം ഒരു വീഡിയോ വ്ളോഗ് ചെയ്യാൻ വിചാരിച്ചെടുത്തിയാ
എല്ലാ സഹോദരന്മാരെയും ഒറ്റ ഫ്രെയിമിൽ കാണാൻ എന്ത് ചേച്ചി മണിയെത്തി. എന്റെ അച്ഛൻ്റെ തന്നെയാണ്, വേറെ ആരും ആടാ ഭാവി അങ്ങനല്ല, അമ്മ കെട്ടി കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോയി. കുഞ്ഞിനെ ഉപേക്ഷിച്ചോന്ന് എനിക്കറിയത്തില്ലായിരുന്നു. സീരിയസ് ആയിട്ട് അതായത് അപ്പൊ അതായത് നീ സീരിയലേ കാണാറില്ല, അപ്പോ കഥ എന്താണ് അറിഞ്ഞോടാ? സ്റ്റോറി അറിയില്ല കുട്ടിക്ക്. സ്റ്റോറി അറിയാം. എന്നിട്ട് അത് സമാളിക്കാൻ വേണ്ടി ഇങ്ങനെ കാണിക്കുന്നു. ശരി ശരി, അവളുടെ അമ്മ എവിടുത്തെ നാട്ടുകാരി? കാരൈക്കുടിന്റെ സൂപ്പർ. ചെന്നൈ. അതായത് ഈ മെഡ്രാസിൻ്റെ കുറച്ച് മുൻപ് കേട്ടതാണ്. അവര് കന്യാകുമാരിയാണ്. ഓ ശരിക്കും ഷൂട്ട് ചെയ്ത സ്ഥലമല്ലേ? അല്ല, ഇവര് കഥ പ്രകാരം കന്യാകുമാരിയാണ്. പൊട്ടണാകരുന്ന് ഞാൻ. ഇനി അടുത്ത് എന്തൊക്കെ ഫുഡ് വരും നമുക്ക് നോക്കാം. ഓ അപ്പൊ ഇനി അടുത്ത് എന്താണ് ഫുഡ് പറഞ്ഞത് നമുക്ക് നോക്കാം. എന്തായാലും നൈറ്റ് പോവും. അപ്പോൾ നെക്സ്റ്റ് നൈറ്റ് പോയി ഇനി നൈറ്റ് ചപ്പാത്തിയും ചിക്കൻ കറി ആയിരിക്കും. അതിൻ്റെ ഫുഡ് റിവ്യൂ കൂടി ഞാൻ പറയാം. ആൻഡ് ഇറ്റ്സ് ഡിന്നർ ടൈം. ഇറ്റ്സ് ദോശ വെസസ് ചപ്പാത്തി ഉണ്ട്, പക്ഷേ ചപ്പാത്തി എനിക്ക് ഇഷ്ടമല്ല. സോ അതുകൊണ്ട് മുട്ട ആൻഡ് ദോശ. പിന്നെ നൈറ്റ് ഷൂട്ടാണ്, നൈറ്റ് ഷൂട്ട്. പിന്നെ ഉറക്കം വരാണ്ടിരിക്കാൻ ഫിനിഷിംഗ് ടച്ചായിട്ട് ഒരു ബ്ലാക്ക് കോഫി. അത് ബ്ലാക്ക് കോഫിയാണ്. ഓക്കെ, 11 o'clock ആയി. വി ആർ സ്റ്റിൽ ഇൻ ഷൂട്ട്. ഇന്നത്തെ വ്ളോഗ് എങ്ങനെ പോകുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചു പെട്ടെന്ന് നേരത്തെ കഴിഞ്ഞിട്ട് നേരത്തെ പോവാണ്. ബട്ട് ഇറ്റ്സ് ടു ലൈറ്റ്. ആൻഡ് ദിസ് ഈസ് ബനാന. സോറി ഗൈസ്, ഷൂട്ട് പാക്കപ്പ് ആയില്ല. ഞങ്ങൾക്ക് ഷൂട്ട് കഴിഞ്ഞ് ഞാൻ എക്സ്ട്രാ എടുക്കാൻ മറന്നു പോയി. അതുകൊണ്ടാണ് എക്സ്ട്രാ എടുക്കണേ. അപ്പോൾ ലൊക്കേഷനിലാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും തോന്നുന്നു. ഇതാണ് ഇന്നത്തെ ഡേ ആൻഡ് ഫുഡ് റിവ്യൂ ആയിരിക്കും തോന്നുന്നു. ഫുൾ ഫണ്ണായിരുന്നു. നമുക്ക് കുറേ കാര്യം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തോന്നുന്നു. ഇനി ഞാൻ പുതിയ അടുത്തൊരു വീഡിയോയിലായിട്ട് വരും. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം നൽഫിയ. ലവ് യു ആൾ.